സാറേ, ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കാസി ഹബീബുൾ അവൽ അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തിൻ്റെ സമയത്താണ് നാലാമതും ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അന്ന് ആ തെരഞ്ഞെടുപ്പ് ഖാലിദ് സിയയുടെ പാർട്ടിയൊക്കെ പ്രതിപക്ഷം ഒന്നടങ്കം ബഹിഷ്കരിച്ചിരുന്നു. ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടു, ഇപ്പോൾ സ്ഥാനഭ്രംശയായി. ചോദ്യം ഇതാണ്, ബംഗ്ലാദേശിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഇത്തരത്തിൽ ഉണ്ടാകുമോ? ബംഗ്ലാദേശ് ഒരു കയാസിലേക്ക് പോകും, അതാണ് നമുക്ക് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ മുമ്പൊന്നും ഇല്ലാത്ത ഇടത്ത് ഇരകൾ ഇപ്പം തിരിച്ചടിക്കാൻ തയ്യാറാണ്. ഇരകൾ തിരിച്ചടിക്കാൻ തയ്യാറാണ്. ഹിന്ദുസ് തിരിച്ചടിക്കാൻ തയ്യാറാണ്. അവർക്ക് മറ്റു രക്ഷയില്ല. അപ്പം ലോകത്തെ മുസ്ലിംസിനെ മൊത്തം വൈപ്പ് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മുസ്ലിംസ് പിന്നെ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല. ഇതേപോലുള്ള ചോദ്യമാണ്. അവിടെ ഹിന്ദുസിനെ മൊത്തം വൈപ്പ് ഔട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ പിന്നെ അവരെന്ത് ചെയ്യും? അവർ ലാസ്റ്റ് റിസോർട്ട് അവർ തിരിച്ചടിക്കും. ആ തിരിച്ചടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതിന് RSS അത് നേരിട്ട് ഇടപെടാതെ കാര്യങ്ങൾ അവിടെ മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, മുമ്പ് എന്ന് വെച്ചാൽ ഹിന്ദുക്കളെ ഉപദ്രവിച്ച് ഇന്ത്യയിലേക്ക് ഓടിക്കുക എന്നുള്ളത് അവരുടെ പ്ലാൻ. ഇപ്പൊ അത് നിർത്തി. അവർ ഇവരെ ഒരു ഹ്യൂമൻ ഷീൽഡായിട്ട് അവിടെ നിലനിർത്തുകയാണ്, ഇന്ത്യ ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ അതിർത്തിയിൽ പോകാൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, ഒരു ഹ്യൂമൻ ഷീൽഡായി നിലനിർത്താൻ വേണ്ടിയിട്ട് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ സ്ട്രാറ്റജിയിൽ ഒരു ഷിഫ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുമ്പോൾ അടുത്ത ഇസ്രായേലാണ്. അടുത്ത ഇസ്രായേൽ എന്ന് വെച്ചാൽ അവിടെ ഹിന്ദു രാഷ്ട്രം ഉണ്ടാവും. അപ്പൊ ഹിന്ദു രാഷ്ട്രം ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇന്ത്യയുടെ സപ്പോർട്ട് ഉണ്ടാവും. കാരണം അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങളാണ്. അവരെ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ സഹായിക്കുകയും ചെയ്യും. പക്ഷെ അത് അതിശക്തമായ രക്തരൂഷിതമായിട്ടുള്ള ഒരു കലാപത്തിലൂടെ കടന്നു പോകും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു പ്രശ്നത്തിൽ അമേരിക്ക രണ്ട് സൈഡും നോക്കും. ഞാൻ അവിടെ ഒരു പ്രശ്നം വഷളാവേണ്ട അമേരിക്കയുടെ ആവശ്യമാണ്. അങ്ങനെ പ്രശ്നം വഷളായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം അതിൽ UN ഇടപെടും. UN ഇടപെടുമ്പോൾ അത് 3 രാജ്യങ്ങളാണ്. ഒരു മുസ്ലിം രാജ്യം വരും, ഒരു ക്രിസ്ത്യൻ രാജ്യം വരും, ഒരു ഹിന്ദു രാജ്യം വിഭജിക്കും 3ആയിട്ട്. അങ്ങനെ വരും. ഇതാണ് വിഭജിക്കാൻ വേണ്ടിയുള്ള വിസ്തൃതി ഉണ്ടോ അവിടെ? അല്ല, അത് വിഭജിക്കല്ലോ. അപ്പം യൂറോപ്പിലൊക്കെ ചില രാജ്യങ്ങൾ, കൊസാവോ ഒക്കെ തന്നെ വളരെ ചെറിയ, നമ്മൾ കോഴിക്കോട് ജില്ലയുടെ അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ ഖത്തർ തന്നെ ചെറിയ, ബോംബെയുടെ അത്രയല്ലേ ഉള്ളൂ, വളരെ ചെറിയ രാജ്യം. അങ്ങനെയുള്ള ചെറിയ രാജ്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അതിർത്തിയിൽ ഹിന്ദു രാജ്യം വരുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. മാത്രമല്ല അവർക്കും അതൊരു പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ അത്യാവശ്യത്തിന് നമുക്കൊക്കെ വേറൊരു ഹിന്ദു രാജ്യത്ത് പോയി, ലോകത്തെ ഏറ്റവും ജീവിക്കാൻ സുഖം ഹിന്ദു രാജ്യത്താണ്. ഇപ്പൊ ഈ പറഞ്ഞതിനെ കുറച്ച് വർഗീയയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഹിന്ദുക്കൾ പൊതുവെ സമാധാന പേരാണ്. ഈ പരസ്പരമുള്ള ചില ജാതി പ്രശ്നങ്ങളൊക്കെ വെച്ച് എത്തി കഴിഞ്ഞാൽ പൊതുവെ ഹിന്ദുക്കളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമൊന്നുമില്ല. ഇവരെ ഉപദ്രവിക്കാൻ പോയാൽ തിരിച്ചടിക്കും. അത് പിന്നെ അതൊന്നും തിരിച്ചടിയില്ലായിരുന്നു. നിങ്ങൾക്ക് ദൈവം തന്നോളെന്ന് പറയലായിരുന്നു. അപ്പൊ അങ്ങനെ ആയിട്ട് ദൈവം തന്നോളെന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്തിട്ടുണ്ട്. ഹിന്ദുവിനെ അടിച്ചൊരുത്തനും ലോകത്ത് രക്ഷപ്പെട്ടിട്ടില്ല. ആരായിരുന്നു ഈ പറയുന്ന തുർക്കി ബേസ്ഡ് ആയിട്ടുള്ള മുസ്ലിം രാജാക്കന്മാരൊക്കെ? അവരൊക്കെ അവിടെ പോയി. അപ്പം പൊതുവെ അങ്ങോട്ടൊന്നും ചെയ്യാത്തൊരു വിഭാഗമാണ്. പക്ഷെ ഈ പോപ്പുലേഷനൊക്കെ കൂടി വന്നപ്പോൾ ഒരു പരിധി കൂടുതൽ ഇങ്ങനെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മിണ്ടാതിരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ചടച്ചു തുടങ്ങി. അപ്പോൾ ഒരു ഹിന്ദു രാജ്യം അവിടെ വരും, അമേരിക്ക ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്ത്യൻ രാജ്യം വരും. ഇതിനകത്ത് ഈ ബംഗ്ലാദേശിൽ വിചാരണയ്ക്ക് എത്തിക്കും വരെ ഹസീന മിണ്ടാതിരിക്കണമെന്ന് ഈ കാവൽ സർക്കാരിലെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹസീന ഇനി മിണ്ടരുത്. വിചാരണ നടന്ന ഹസീനെ അവർ തൂക്കിക്കൊല്ലും. ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഹസീനന്റെ കുടുംബത്തെ കൂട്ടക്കൊല ചെയ്ത ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കന്മാരെല്ലാം അവർ അധികാരത്തിൽ വന്നപ്പോൾ അവർ തെരഞ്ഞു പിടിച്ച് വിചാരണ നടത്തി തൂക്കിക്കൊന്നിട്ടുണ്ട്. ആ പ്രതികാരമുണ്ട് ജമാഅത്ത് ഇസ്ലാമി. അതിനുവേണ്ടി ഇവരെ തൂക്കിക്കൊന്നുകൊണ്ട് ആ പ്രതികാരം നിറവേറ്റാൻ വേണ്ടി നടക്കുകയാണ് അവർ. അപ്പൊ ഹസീന മിണ്ടാതിരുന്ന ഹസീനെ തൂക്കിക്കൊല്ലും. അതാണ് കാര്യം. മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും തിരിച്ചു ചെന്നാൽ ഇത് തന്നെയല്ലേ, തിരിച്ചവർ പോകുമെന്നുള്ളതാണ്. ഹസീന മിണ്ടിയ ഇവർക്ക് അപകടമാണ്. ഇവർക്കല്ല അമേരിക്ക പലർക്കും അപകടമാണ്. ഒരു രാഷ്ട്രത്തലവൻ എത്രമാത്രം രഹസ്യങ്ങൾ അറിയാം നിങ്ങൾക്ക് അറിയാം. ഒരു രാഷ്ട്രത്തലവൻ ഒരുപാട് രഹസ്യങ്ങൾ അറിയാം. ഇപ്പൊ ഞാൻ തന്നെ ഈ അമേരിക്കയുടെ ഈ പ്രദേശത്തേക്കുള്ള ഇടപെടൽ നമുക്കൊക്കെ മുമ്പേ അറിയാം. എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞില്ല? നേരിട്ടാരും പറയാറില്ല. എന്തുകൊണ്ടാണ്? നമുക്കൊരു കോൺക്രീറ്റ് എവിഡൻസ് ഇല്ല. ഇപ്പം കോൺക്രീറ്റ് എവിഡൻസ് കമ്മ്യൂണിസ്റ്റുകാർ എന്താ പറയുന്നല്ലാതെ, അല്ലെങ്കിൽ താലിബാനിസ്റ്റുകൾ എന്താ പറയുന്നല്ലാതെ അത് നമ്മളൊരു മൈൻഡ് ചെയ്യില്ല. അത് അവരുടെ രാഷ്ട്രീയ അജണ്ട എന്ന് വിചാരിക്കും. ഇപ്പൊ ഒരു കോൺക്രീറ്റ് എവിഡൻസ് ആയി, വളരെ സെക്യുലർ ആയിട്ടുള്ള ഷെയ്ഖ് ഹസീനയെ പോലെയുള്ള കൃത്യമായി പറയുന്നു. അതാണ് അമേരിക്കക്ക് അവിടെ ഭയങ്കര ക്ഷീണം. അതാണ് മനസ്സിലായത്. അപ്പൊ ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ചിടത്തോളം അവര് മിണ്ടാതിരുന്നാൽ അവർക്ക് പ്രത്യേക ഗുണം, മിണ്ടിയാലാണ് പിന്നെയും ഗുണമുണ്ടത്. പിന്നെ ഈ യൂനിസ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു പപ്പറ്റാണ്.
അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്ലാമിസ്റ്റുകളാണ്. ഇപ്പം അവർ പലരും പറയുന്നുണ്ട് അവിടെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കാവൽ വെക്കുന്നുണ്ട്. അതെങ്ങനെ വിളിക്കണമെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ബോംബ് എങ്ങനെ സ്ഥാപിക്കണമെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി. അല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഒരിക്കലും അവന് ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് ഹിന്ദു ക്ഷേത്രങ്ങൾ അവൻ സംരക്ഷിക്കില്ല. അവൻ്റെ അവൻ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുന്നുള്ളത്. ഇവിടെയൊക്കെ പതുങ്ങിയിരിക്കുന്ന അതിനുള്ള ശേഷിയില്ല. അത് മുസ്ലിം കമ്മ്യൂണിറ്റി പോലും 5% പോലും സപ്പോർട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ പതുങ്ങിയിരിക്കുന്നത്. ഇടയ്ക്കൊരു കേരളത്തിലെ മുസ്ലിം മുജാഹിദ് നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ സുന്നിവാദപ്പെട്ട ആളുകളാണ് കേരളത്തിൽ ഭൂരിപക്ഷം. സുന്നികളുടെ പള്ളികൾ ഞങ്ങളെ ഏൽപ്പിക്കൂ, തിങ്കളാഴ്ച കുത്തുബക്ക് ഞങ്ങളെ ഏൽപ്പിക്കൂ, ഞങ്ങൾ 20 വർഷം കൊണ്ട് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി തരാം. ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളാണ് പറഞ്ഞത്. അല്ല, മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട, സലഫി വിഭാഗത്തിൽപ്പെട്ട. വലിയ മാറ്റങ്ങൾ കണ്ടു. അത് വിഷം പ്രസംഗിക്കും. ഈ സുന്നികൾ വിഷം പ്രസംഗിക്കില്ല. ഞങ്ങളുടെ ഇപ്പൊ വലിയ പലസ്തീൻ വിഷയത്തിലൊക്കെ നമ്മുടെ സഹോദരങ്ങൾ അവിടെ കഷ്ടപ്പെടാൻ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നേ പറയുള്ളൂ. ഇവര് വന്നതായിരിക്കില്ല പറയാ. ഇവര് വന്നത് അവിടെ നമ്മളെ ആളുകളെ കൊല്ലുകയാണ്, ഇന്ത്യ ഗവൺമെന്റ് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാണ്, ഇവിടെ തിരിച്ചു അടിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ അടിക്കണം, നമ്മളിങ്ങനെ പാവങ്ങളായിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. എന്നായിരിക്കും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അതാണല്ലോ ഉദ്ദേശം. സുന്നികൾ അങ്ങനെ പറയാറില്ല. നമ്മളൊക്കെ കുത്തുബ കേൾക്കുന്ന ആളാണ്. അവരിങ്ങനെ ഇസ്രായേൽ നമ്മുടെ സഹോദരങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, അവരിപ്പം ഉത്തരേന്ത്യയിലൊക്കെ ഒരു ഭൂകമ്പമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദു സഹോദരന്മാരും നമ്മുടെ സഹോദരന്മാരും നമ്മുടെ ഇതര സമുദായത്തിൽപ്പെട്ട സഹോദരന്മാരും ആ രീതിയിൽ അവർ പറയാറുള്ളൂ. അതുകൊണ്ടാണ് ഈ മുസ്ലിം സമുദായം, ഇവിടുത്തെ മുസ്ലിം സമുദായം, നിങ്ങൾ വിചാരിക്കും ഇവിടുത്തെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും അങ്ങനെ മതഭ്രാന്തമെന്നല്ല. അതൊരു 5-10% ഉള്ളൂ. അത് ഈ മൗദൂദിയും സലഫി ഐഡിയോളജി വരുന്ന ആളുകൾ ഈ ഭൂരിപക്ഷം. ഈ ഞങ്ങളെ സുന്നി വിഭാഗത്തിന്റെ ബേസിക് പ്രോബ്ലം എന്താ പറയുക, ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ യുദ്ധം. അതായത് ഞങ്ങളെ ഉള്ളിലുള്ള ചില സിസ്റ്റങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട്. അവരോട് എതിർപ്പുണ്ടാവും. അതും വലിയത്. ഞാനൊക്കെ അങ്ങനെ ചോദ്യം ചെയ്തു. ആദ്യമൊക്കെ എന്നെ കണ്ടുകൂടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ. പക്ഷെ ഇപ്പൊ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അവർക്ക് മനസ്സിലാവും. കാരണം അവരങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രസങ്കല്പമോ അല്ലെങ്കിൽ ഒരു അജണ്ടയും വെച്ച് ജീവിക്കുന്നവരല്ല. അവർക്ക് ഇവിടെ ജീവിച്ചാൽ മതി. ഇതാണ് ഭൂരിപക്ഷം. പക്ഷെ ഇവരൊക്കെ സൈലന്റാ. പിന്നെ ഇവരെയൊക്കെ തന്നെ ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ. പരസ്യം വിഷയത്തിൽ ശരിക്കും എന്താണെന്ന് അവർക്കറിയില്ല. ഏതൊക്കെ രീതിയിലുള്ള ഓഫറുകളാണ് UN വെച്ചൊന്നും അവർക്കറിയില്ല. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഈ സലഫികളും പറയുന്നത്, രാഷ്ട്രീയക്കാരും പറയുന്നത് അവർക്ക് അറിയുള്ളൂ. അതെന്തുകൊണ്ടാണ് അവരത് മനസ്സിലാക്കാതെ? അവർ കിട്ടുന്ന ലിറ്ററേച്ചർ അതല്ലേ. ഇപ്പൊ എനിക്ക് കിട്ടുന്ന പോലെ എനിക്കിപ്പം പല ലൈബ്രറികളെല്ലാം ആക്സസ് ഉണ്ട്. അത് അവർക്കില്ല. സാധാരണ നാട്ടിൻ പുറത്തെ ആളുകളാണ്. പിന്നെ അവരുടെ കൂട്ടത്തിലുള്ള പുതിയ ജനറേഷനിൽപ്പെട്ട കുട്ടികൾക്കാണ് ഈ ആക്സസ് ഉള്ളത്. അവരാണെങ്കിൽ ഈ സലഫി മൗദൂദി അജണ്ടയിൽ അവരും പെട്ടുപോയിട്ടുണ്ട്. അതിന് പുറത്ത് കിടന്ന അഭിപ്രായം പറഞ്ഞാൽ അവർ എന്നെയൊക്കെ പോലെ ചിലപ്പോൾ ഹിന്ദുവായി ചിത്രീകരിക്കപ്പെടും, മുസ്ലിം വിരുദ്ധമായി ചിത്രീകരിക്കപ്പെടും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അവർക്ക് പേടിയാണ്. സത്യം നമ്മൾ കൂടുതൽ വായിച്ചപ്പം ഇസ്ലാം പറയുന്നത് നിങ്ങൾ ഈ ഖുർആൻ പറയുന്നുണ്ട്. ഖുർആനിൽ ഈ പറയുന്നത് നിങ്ങൾ യുദ്ധത്തിന്റെ കാര്യം മാത്രമല്ല, ഒരുപാട് നല്ല കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. ഒരുപാട് നല്ല ജ്ഞാനം നേടേണ്ടത് ചൈനയിൽ പോയിട്ടാണെങ്കിൽ കടൽ കടന്നിട്ടാണ് പോയി നേടണം എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ. ഇതൊന്നും ആളുകൾ പറയും. ഇത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുക. അപ്പം നമ്മളെ മതത്തെ പറ്റി പ്രീച്ച് ചെയ്യുന്ന ആളുകൾ അവരിതിൻ്റെ നല്ല വശങ്ങൾ മാത്രമേ പറയുള്ളൂ. ഇതിനെ എതിർക്കുന്ന ആളുകളോ ഇതിനെ മോശം പറയുള്ളൂ. ഇത് രണ്ടും ഇതിലുണ്ട്. എല്ലാ മതത്തിലുള്ള പോലെ രണ്ടും ഇതിലുണ്ട്. ഞാൻ പറയില്ല, അതിലിപ്പം ബൈബിൾ പുതിയ നിയമത്തെ മാത്രമാണ് മോശം കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഇല്ല എന്ന് പറയാവുന്നത്. ഒരു സ്ത്രീ വിരുദ്ധതയൊക്കെ ചിലപ്പോൾ കുറഞ്ഞൊക്കെയുള്ള കത്തിലൊക്കെ കയറി വന്നിട്ടുണ്ടാവുന്നല്ലാതെ വേറെ ഒന്നും അതിൽ കാണാൻ പറ്റില്ല. പക്ഷേ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിൽ ഒരുപാട് ക്രൂരതകളുണ്ട്. കുരിശ് യുദ്ധങ്ങളും ഈസ്റ്റേൺ ചർച്ചും വെസ്റ്റേൺ ചർച്ചും തമ്മിലുള്ള യുദ്ധങ്ങൾ, അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റന്റും കത്തോലിക്കനും നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ സ്ക്രിപ്റ്റില്ല എന്നേ ഉള്ളൂ. ബാക്കിയൊരു എല്ലാ മതഗ്രന്ഥങ്ങളിലും നമ്മൾ ഈ പറയുന്ന ഈ വയലൻസ് ഒക്കെ കാണാൻ പറ്റും. നമ്മൾ ഇത് രണ്ടും ഒരേപോലെ ഡീൽ ചെയ്യാനാണ് വേണ്ടത്. നെഗറ്റീവും പോസിറ്റീവും പഠിക്കുകയും അതിന് പോസിറ്റീവായ കാര്യങ്ങൾ എടുക്കുകയും നെഗറ്റീവായ കാര്യങ്ങൾ തള്ളിക്കളയും വേണം. പക്ഷെ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിംസ് ആണെങ്കിൽ അവരുടെ ഇസ്ലാമിലെ നല്ലത് മാത്രം പറയും. അത് മറ്റു മതങ്ങളെ കുറ്റം പറയും. മറ്റു മതത്തിൽപ്പെട്ട എന്താ ചെയ്യും, ഇവരിത് ചെയ്യുന്നതുകൊണ്ട് ഇസ്ലാമിൻ്റെ മോശം മാത്രം പഠിച്ചു വെക്കും. പറയുന്ന ഓരോ കോണ്ടക്സ്റ്റ് ആണ്, ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് എടുത്ത് അത് എന്തിനെന്ത് ചെയ്യും, ബാക്കി മതത്തെ പറ്റിയൊക്കെ നല്ലത് പറയും, ഇതിനെ പറ്റി ഭയങ്കര മോശമായിപ്പോയി. അങ്ങനെ നമ്മൾ ആളുകളിൽ സത്യത്തിൽ അത് ഇത്തരം പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരു 10% ഉള്ളൂ. പക്ഷെ അവർക്കാണ് വിസിബിലിറ്റി. സോഷ്യൽ മീഡിയയിലാണെങ്കിലും മെയിൻ സ്ട്രീം മീഡിയയിലാണ് ഇത്തരം ആളുകളാണ് കൂടുതൽ ഈ പ്രതികരിക്കുന്ന ആളുകൾ. മെയിൻ സ്ട്രീം മീഡിയയിൽ പിന്നെ ജേർണലിസ്റ്റുകളൊക്കെ വിവരമുള്ളതുകൊണ്ട് അവരിങ്ങനെ സംസാരിക്കില്ല. പക്ഷെ അവിടെ നിങ്ങൾ പൊതുവായ സാധാരണക്കാർക്ക് ഇടം കിട്ടുന്നത് അവരുടെ ഈ യൂട്യൂബ് ചാനലുകളിലുള്ള കമന്റുകൾ, അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഈ സൈബർ സ്പേസ് ഡോമിനേറ്റ് ചെയ്യുന്ന ഇത്തരം വിഭാഗമാണ്. അതിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ബംഗ്ലാദേശിലാണ്. ഈ പ്രോബ്ലം ബംഗ്ലാദേശിലും ഉണ്ട്. ആ ബംഗ്ലാദേശിൽ അവിടുത്തെ ആ ഒരു ഇലക്ഷൻ കമ്മീഷണർ മാറേണ്ട സ്വാഭാവികമാണ്. അപ്പോഴത്തെ ഗവൺമെൻറ് അദ്ദേഹത്തെ അംഗീകരിക്കില്ല, സ്വാഭാവികമായി മാറേണ്ടതാണ്. പക്ഷെ ബംഗ്ലാദേശ് ഇനി ഉണ്ടാകാൻ പോകുന്നത്, ബംഗ്ലാദേശ് നിങ്ങൾ കണ്ടതുപോലെ ഇനി അധികാരം ഉണ്ടാവില്ല. ബംഗ്ലാദേശ് വെക്കാൻ 3 രാജ്യങ്ങളായി മാറും.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.